നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിലും വന്ദേ ഭാരത് അതിവേഗത്തിൽ വികസനത്തിന്റെ മുൻപോട്ട് തന്നെ കുതിച്ചുകൊണ്ട് പായുകയാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും വന്ദേ ഭാരതിനെ ഇരുകൈ നീട്ടിയാണ് ജനം സ്വീകരിച്ചിരിക്കുന്നത്. മലയാളികളും വന്ദേ ഭാരതിനെ സ്വീകരിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ വന്ദേ ഭാരതും വളരെ വിജയകരമായി തന്നെയാണ് ഇവിടെ ഓട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ യാത്രക്കാർ ദിവസവും യാത്ര ചെയ്യുന്നത് കേരളത്തിലെ വന്ദേ ഭാരതുകളിലാണ്. ദിനം പ്രതി അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ടിക്കറ്റോട് കൂടിയിട്ടാണ് വന്ദേ ഭാരത് യാത്ര തുടങ്ങുന്നതും അവസാനിക്കുന്നതും. അതിൽ നിന്ന് തന്നെ വന്ദേ ഭാരതിനെ മലയാളികൾ സ്വീകരിച്ചു കഴിഞ്ഞു എന്ന് തന്നെ വ്യക്തമാണ്. രാഷ്ട്രീയമൊന്നുമില്ല, ഇതിൽ വികസനം മാത്രമാണ്. അത് മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ആളുകൾ വന്ദേ ഭാരതിൽ യാത്ര ചെയ്യുന്നത്. ഏതായാലും വന്ദേ ഭാരത് ആദ്യമായി കേരളത്തിൽ ഓട്ടം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടായിരുന്നു. കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ വളരെ അപൂർവമാണ്. പക്ഷേ എന്നിരുന്നാലും പിന്നീട് അങ്ങോട്ട് നിരവധി കല്ലേറുണ്ടായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. പലരും, പല സാമൂഹ്യ വിരുദ്ധരും മനഃപൂർവ്വം വന്ദേ ഭാരത് പോകുന്ന നേരത്ത് കാത്തു നിന്നുകൊണ്ട് ഇത്തരത്തിൽ കല്ലെറിഞ്ഞതാണ്. എന്നാൽ ചിലത് വന്ന അപൂർവം ഒന്നോ രണ്ടോ കേസുകൾ മാത്രമാണ് ഇത്തരത്തിൽ അബദ്ധത്തിൽ വേറെ എന്തിനേലും കല്ലെറിഞ്ഞുകൊണ്ട് വന്ദേ ഭാരതിന്റെ ചില്ലിൽ തട്ടിയത്. ഏതായാലും വന്ദേ ഭാരതിന്റെ ചില്ലുകൾ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഇതുവരെ ചില്ലുകൾ തകർന്നു വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ അതിൽ വിള്ളൽ സംഭവിച്ച് പിന്നീട് അത് മാറ്റുവാൻ ഒരുപാട് ചിലവാണ് വന്ദേ ഭാരതിന് വഹിക്കേണ്ടി വരുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് ഇത്തരത്തിൽ വന്ദേ ഭാരത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വന്ദേ ഭാരതിന്റെ ചില്ലിന് കല്ലേറുണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് വിള്ളലും പറ്റിയിട്ടുണ്ടായിരുന്നു. യാത്രക്കാരടക്കം പേടിച്ചു വിറച്ചൊരു സംഭവമായിരുന്നു. പക്ഷേ അതിന്റെ അന്വേഷണം ചെന്നെത്തിയതോ കുറച്ച് കൊച്ചുകുട്ടികളിലേക്കാണ്. കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് ട്രെയിനിന് നേരെ കല്ലേറുണ്ടായ സംഭവം കുട്ടികൾക്ക് പറ്റിയ അബദ്ധമാണെന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ മാവിലെ മാങ്ങ വീഴ്ത്താനായി എറിഞ്ഞ കല്ലാണ് ഇത്തരത്തിൽ വന്ദേ ഭാരതിന്റെ ട്രെയിനിന്റെ ചില്ല് തകർത്തതെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു. റെയിൽവേ പോലീസും RPFും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിൽ ഇത് കണ്ടെത്തിയത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം നടന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിന് പോവുകയായിരുന്ന വന്ദേ ഭാരത് ട്രെയിനിന് നേരെയാണ് ഇത്തരത്തിൽ കല്ലേറുണ്ടായത്. ശനിയാഴ്ച വൈകിട്ട് 4:45 സംഭവം. ഇരവിപുരം കാവൽപുരയ്ക്കൽ എന്ന സ്ഥലത്ത് വെച്ച് ട്രെയിനിന്റെ B6 ബോഗിയിലെ ജനലിന്റെ ചില്ലാണ് കല്ലേറി തകർന്നത്. കല്ലെറിഞ്ഞ കുട്ടികളെല്ലാം 10 വയസ്സിന് താഴെ പ്രായമുള്ളവരാണ്. അബദ്ധത്തിൽ ട്രെയിനിൽ കല്ല് കൊണ്ടതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥരെ മനസ്സിലായതുകൊണ്ട് മറ്റു നടപടികൾ സ്വീകരിച്ചിട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ബംഗളൂരു ധാർവാഡ് ബംഗളൂരു മൈസൂരു ചെന്നൈ വന്ദേ ഭാരത് ട്രെയിനുകൾക്ക് നേരെ ഒറ്റ ദിവസം 3 ഇടങ്ങളിൽ കല്ലേറുണ്ടായിട്ടുണ്ടായിരുന്നു. ദക്ഷിണ പശ്ചിമ റെയിൽവേക്ക് കീഴിലെ സ്ഥലങ്ങളിൽ ഞായറാഴ്ച നടന്ന കല്ലേറിൽ കോച്ചുകളുടെ ഗ്ലാസുകൾ തകർന്നെങ്കിലും യാത്രക്കാർക്ക് പരിക്കില്ല. ബംഗളൂരിൽ നിന്ന് ധാർവാഡിലേക്ക് പോകുകയായിരുന്ന വന്ദേ ഭാരതിന് നേരെ രാവിലെ ഏകദേശം ഒരു 6:15 കൂടിയിട്ടായിരുന്നു ബംഗളൂരു ചിക്കബാനവാര സ്റ്റേഷൻ സമീപത്ത് നിന്ന് കല്ലേറുണ്ടായത്. C6 കോച്ചിന്റെ ഗ്ലാസ് ആണ് തകർന്നത്. ധാർവാഡിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വരികയായിരുന്ന വന്ദേ ഭാരതിന് നേരെ വൈകിട്ട് 3:30 ഹാവേരിക്ക് സമീപം ഹരിഹറിലായിരുന്നു രണ്ടാമത്തെ കല്ലേറുണ്ടായത്. C5 കോച്ചിന്റെ ഗ്ലാസ് ആണ് തകർന്നത്. മൈസൂരു ചെന്നൈ വന്ദേ ഭാരതിന് നേരെ കർണാടക ആന്ധ്ര അതിർത്തിയായ കുപ്പത്ത് വെച്ച് വൈകിട്ട് 4:30 കല്ലേറുണ്ടായത്. C4 കോച്ചിന്റെ ഗ്ലാസ് തകർന്നു. ട്രെയിനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് കല്ലെറിഞ്ഞവരെ പിടികൂടുമെന്നും റെയിൽവേ സുരക്ഷാ സേന അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വന്ദേ ഭാരതിന് നേരെ കല്ലേറുണ്ടാകുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഉടൻ തന്നെ അവിടുത്തെ പോലീസും അതുപോലെ തന്നെ RPFും സംയുക്തമായി അന്വേഷിച്ച് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്രതികളെ പിടികൂടുന്നുണ്ട്. അവർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കുന്നുണ്ട്.